ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SBM ബാങ്കിൻ്റെ സെറ്റ് നമ്മുടെ FD ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇപ്പോൾ SBM ബാങ്ക് കുറേ ഇതുപോലെ ഇഷ്ടം പോലെ എന്താ പറയുക ഫിൻടെക് ബ്രാൻഡായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കുറേ FD ക്രെഡിറ്റ് കാർഡുകൾ വെക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വേറെ ഒരു ഫേമസ് കാർഡാണ് നമ്മുടെ SBM ബാങ്കിൻ്റെ ക്രെഡിലിയോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു എൻക്വയറി അല്ലെങ്കിൽ എൻക്വയറി അല്ല ഒരു കമൻറ്റ് വരുന്നതാണ് നമുക്ക് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് FD ക്രെഡിറ്റ് കാർഡ് ഏതാണ്, അതും അവർക്ക് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ നമ്മൾ നോർമലി പറയാറുള്ള കാർഡുകളാണ് SBM ബാങ്കിൻ്റെ FD ക്രെഡിറ്റ് കാർഡ്. ഞാൻ മെയിൻലി നമ്മുടെ SBM ബാങ്കിൻ്റെ സെറ്റ് ക്രെഡിറ്റ് കാർഡാണ് നോർമലി പറയാറ്. ക്രെഡിലിയോ കാർഡായാലും നല്ല തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ FD എമൗണ്ട് എന്താ പറയുക 25,000 കൂടുതൽ നിങ്ങൾ FD ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് ബാങ്കുകളുടെ അല്ലെങ്കിൽ 50,000 മുകളിൽ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പബ്ലിക് ബാങ്കുകളുടെ നിങ്ങൾക്ക് എല്ലാ ബാങ്കുകൾക്കും FD ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ അതായിരിക്കും നല്ലത്, കുറച്ചുകൂടി സേഫ്. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറവായിരിക്കും, അത് വേറെ കാര്യം. എന്നാലും നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഹൈ എമൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് FD ക്ലോസ് ചെയ്തിട്ട് സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ പ്രസൻസ് ആവശ്യം വരും, ഫിസിക്കൽ കസ്റ്റമർ കെയർ ആവശ്യം വരും. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞേക്കാം, നമ്മുടെ SBM ബാങ്കിൻ്റെ കസ്റ്റമർ കെയറൊക്കെ ഒരു ആവറേജ് ലെവൽ മാത്രമല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കേടി ഇപ്പോൾ ഇത് സ്ഥിരം ഒരു സംഭവമാണ്. ഞാൻ ഇതുപോലെ FD ക്രെഡിറ്റ് കാർഡ് എടുത്തു, എന്നിട്ട് ഒരാഴ്ച ഉള്ളിൽ എനിക്ക് കാശ് ആവശ്യം വന്നു, അപ്പോൾ ക്ലോസ് ചെയ്യാൻ പോയി. ഒന്നാമത് ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം 3-4 ടൈം എടുക്കുന്നത് തിരിച്ചു കിട്ടാൻ. അത് മാത്രമല്ല ഇന്ന് ഒരു ഫൈനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടേ തരുള്ളൂ. അപ്പോൾ വൻ നഷ്ടമാണ്. അങ്ങനത്തെ ആൾക്കാരൊന്നും എനിക്ക് ഈ പരിപാടിക്ക് പോരുത് കേട്ടോ. എന്നുവെച്ചാൽ ഇത് കുറേ പേരെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് വരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ പോയിട്ട് എനിക്ക് പെട്ടെന്ന് കാശ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഇതിപ്പോൾ ഇത് സെയിം സാധനം പബ്ലിക് ബാങ്കിൽ പോയാലും ഇന്ന് ക്ലോസ് ചെയ്ത് നാളെ തന്നെ കാശൊന്നും കിട്ടില്ല. എനിക്കൊരു ടൈം പീരീഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ FD പരിപാടിയിലേക്ക് FD ക്രെഡിറ്റ് കാർഡ് പരിപാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു ഇത്രയും ടൈം പീരീഡിലേക്ക് അത്യാവശ്യം നോർമലി എല്ലാ FDയും ആനുവലിയാണ് മെച്യൂർ ആവുക. അപ്പോൾ ഒരു കൊല്ലത്തേക്കാണ് നോർമലി നമ്മൾ FD എമൗണ്ട് ഇടുന്നത്. അപ്പോൾ അത്രയ്ക്കും എമൗണ്ട് FDയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ പരിപാടിക്ക് പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം എമൗണ്ട് കുറച്ചിട്ട് നിങ്ങളൊരു 10,000 രൂപയ്ക്കോ എന്ന് വെച്ചാൽ നമുക്ക് ഈ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടോട്ടൽ ലിമിറ്റിൻ്റെ 30% ഉള്ളിൽ നമ്മൾ എല്ലാ മാസവും യൂസ് ചെയ്ത് വരുന്നിട്ട് അത് റിപ്പോർട്ട് ആകുമ്പോഴാണ് നമ്മൾ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ആവുക. അപ്പോൾ നിങ്ങളൊരു ഇപ്പം മിനിമം എമൗണ്ട് ഒക്കെ അവർ കൊടുക്കുന്ന 5,000 രൂപയ്ക്കാണ്. പണ്ട് 2,000 രൂപയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു, അതൊക്കെ അവർ നിർത്തി. ഇപ്പോൾ 5,000 രൂപയായാലും നമുക്ക് അതിന് 90% കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ലിമിറ്റിൻ്റെ 30%, അപ്പോൾ നമുക്ക് എത്രയും എമൗണ്ട് കൂടുതലാണെങ്കിൽ അത്രയും നമുക്ക് 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 9,000 രൂപയുടെ ലിമിറ്റ് കിട്ടും. അപ്പോൾ 9,000 രൂപയുടെ ലിമിറ്റിൻ്റെ 30% എല്ലാ മാസം യൂസ് ചെയ്യുമായിരിക്കും നിങ്ങളുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ ബെറ്റർ. അപ്പോൾ മിനിമം 10,000 ഇടാൻ നോക്കുക. അത് മാത്രമല്ല, ഇതേപോലെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് 6 മാസത്തെങ്കിലും അത് പിന്നെ ആ എമൗണ്ട് എനിക്ക് തൊടാൻ പോകരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വൻ നഷ്ടമാണ്. ഇത് കിട്ടാനും കുറച്ച് ടൈം എടുക്കും. അത് ഓൾറെഡി ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. പിന്നെ ആരും ഇത് പറഞ്ഞ് വരുന്നത് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കമൻസ് ആണ് വരുന്നത്. നമുക്കിതിപ്പോൾ ഞാനിപ്പോൾ IDFC എല്ലാ FD കാർഡുകളുടെയും അവസ്ഥ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ SBM ബാങ്കിൻ്റെ മാത്രമല്ല, ഞാനിത് ലൈവായിട്ട് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് IDFCയുടെ വോവ് കാർഡ് എടുത്തിട്ട് എനിക്ക് സാധനം കാശ് തിരിച്ചു കിട്ടാൻ 30 ദിവസം എടുത്തു. കസ്റ്റമർ കെയർ എല്ലാത്തിൻ്റെയും ഭയങ്കര ശോകം തന്നെയാണ്. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എല്ലാത്തിനും നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡിൻ്റെ പോലെ കസ്റ്റമർ കെയർ ഒന്നും കിട്ടില്ല. പിന്നെ റെസ്പോൺസും നല്ല കിട്ടും, ലാഗ് ആവുന്നു മാത്രം. ഒന്നാമത് ഇപ്പോൾ SBM ബാങ്കുകാർക്ക് ഭയങ്കര ബിസി ടൈമാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ അവർ കുറേ കാർഡുകൾ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ FD ക്രെഡിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ എൻക്വയറീസും കസ്റ്റമേഴ്സും എല്ലാം ആഡ് ഓൺ ഫീച്ചറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കസ്റ്റമർ കെയർ നല്ല ലാഗായിരിക്കും. അത് ഞാൻ അവരെ വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചിട്ട് മാത്രം ഇത് എടുക്കാൻ പോകട്ടെ. അപ്പോൾ ഞാനിത് റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേര് ചോദിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഏതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഞാനത് പ്രൊമോഷൻ ചെയ്യാറില്ല, ഒറ്റ കാർഡിനെയും പ്രൊമോഷൻ ചെയ്യാറില്ല. റയറായിട്ട് എന്തെങ്കിലും സംഭവമൊക്കെ വരുന്നത് മാത്രം. അതും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ 1% പോലും പ്രൊമോഷൻ ഇപ്പോൾ റീസെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ പരിപാടിയൊന്നും അല്ല യൂട്യൂബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സെറ്റപ്പിൻ്റെ പ്രൊമോഷൻ സംഭവമൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ ബെറ്റർ കാർഡ് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാർഡാണ് ഇത്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കാർഡ് കിട്ടും. റൂപേ വേരിയൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെഡിലിയോ കാർഡ് കൊടുക്കാം. അതിന് ഇതിനായിട്ടും കുറച്ച് ബെറ്റർ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ അത് ലൈഫ് ടൈം ഫ്രീ എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മെയിനായിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് സെറ്റാപ്പാണ് ഇവരുടെ നമ്മളിത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ്. സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് അതിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റൊക്കെ അവരുടെ ത്രൂ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയതുകൊണ്ട് അപ്പോൾ അതിൽ നമുക്ക് എൻ്റെ സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ ലിങ്കും കാര്യമൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ SBM ബാങ്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എല്ലാ കാർഡുകളിലും നമ്മൾ ലിങ്ക് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതായത് IGMG.banks. അപ്പോൾ നിങ്ങളോട് കാണുന്നുണ്ടായിരിക്കും, അതിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ലോൺസും ക്രെഡിറ്റ് കാർഡ്സുകളും അതുപോലെ തന്നെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇനി റീസെൻ്റ്ലി റീചാർജ് സംഭവമൊക്കെ നല്ല ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ സംഭവമാണോ. അല്ലാണ്ട് ഇപ്പോൾ ഞാനത് പ്രൊമോഷൻ സംഭവം ചെയ്യുന്നല്ല. അത് വേറെ ഞാൻ എടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞോട്ടെ. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇതുപോലെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്.
പിന്നെന്താ നമ്മൾ പറയാൻ വന്നത്, അപ്പോൾ ഈ കാർഡുകൾ ഈ കാർഡിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കാർഡാണ് ഈ സാധനം. മുമ്പ് ഇതിൻ്റെ പേര് എന്താ പറയുക മാഗ്നറ്റ് കാർഡ് എന്നുമായിരുന്നു, SBM ബാങ്കിന് മാഗ്നറ്റ് കാർഡ് എന്നായിരുന്നു. അത് അവരിപ്പോൾ സെറ്റ് ആപ്പ് കൂടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ തമ്മിൽ ഇറക്കിയിരുന്ന ഒരു പുതിയ കാർഡാണ്. 1% ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് SBM Z ക്രെഡിറ്റ് കാർഡ് നേരത്തെ കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാ അവരെ തന്നെയാണ് SBMൻ്റെ ക്രെഡിലിയോ കാർഡും. അപ്പോൾ രണ്ടെണ്ണത്തിന് ഞാൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലത് ഇഷ്ടമായിട്ട് തോന്നുന്നത്. ഞാൻ മെയിനായിട്ട് സെറ്റ് ആപ്പിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതിന് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആണെന്ന് ഉറപ്പാണ്. മറ്റേ നമുക്ക് ലൈഫ് ടൈം ഫ്രീ അല്ല. ഇതിനായിട്ടും കുറച്ച് ബെനിഫിറ്റ് ക്രെഡിലിയോ കാർഡ് തരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതിന് ചിലപ്പോൾ ചാർജ് വരാണ്ടിരിക്കാം, എപ്പോൾ വേണമെങ്കിൽ അത് മാറാം. അതുകൊണ്ടാണ് ഞാൻ അത് മെയിനായിട്ട് പറയാൻ വെച്ചത്. എല്ലാവർക്കും ലൈഫ് ടൈം ഫ്രീ കാർഡ് മതി, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ലൈഫ് ടൈം ഫ്രീ എന്നിട്ടാണ്. അപ്പോൾ ZTAP.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് കാണാം. അതാണ് അവരുടെ വെബ്സൈറ്റ്. ഇവരുടെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ വെബ്സൈറ്റാണത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും കാണാം. ലൈഫ് ടൈം ഫ്രീ കാർഡ് അവർ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, നോ ഇൻകം പ്രൂഫാണ്. പിന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 45 ദിവസത്തെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നുണ്ട്. നമുക്ക് 7% ഇൻട്രസ്റ്റ് FD കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ FD ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്മേ ഇപ്പോൾ നിങ്ങൾ 10,000 കിട്ടുന്നുണ്ടെങ്കിൽ അതുമ്പോൾ 7% ഇൻട്രസ്റ്റ് ആയിട്ടാണ് തിരിച്ച് ലാസ്റ്റ് കിട്ടുക ഒരു കൊല്ലം കഴിയുമ്പോൾ. അതാണ് ഇൻട്രസ്റ്റ്. അത് കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ സാധനം റൂപേ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് UPI ഉപയോഗിക്കാൻ പറ്റും. അത് ക്രെഡിലിയോ കാർഡായാലും പറ്റും. ഇപ്പോൾ പുതിയ ക്രെഡിലിയോ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇഷ്ടമുള്ളവർക്ക് അതും വേണമെങ്കിൽ എടുക്കാം. ഇവർ കുറേ ബ്രാൻഡായിട്ട് പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ട് കണ്ടു. അതിൽ ഞാൻ പറഞ്ഞുതരത്തൊക്കെയാണ്. സെറ്റോ ഉണ്ട്, പ്രൈം ഉണ്ട്. എന്ന് വെച്ചാൽ ഇവർ നമുക്ക് Z-Coin അവിടെ തിരിച്ചുവിടാം. നമുക്ക് Z-Coin നമ്മുടെ ആപ്പിൽ കൂടെ തന്നെ റിഡീം ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മിന്ത്ര ചെയ്യുമ്പോൾ 20% Z-Coin, അതുപോലെ തന്നെ ഡോമിനോസ് ആണെങ്കിൽ 40% Z-Coin, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേണമെങ്കിൽ നമ്മുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാണാൻ കൂടുതൽ കഴിഞ്ഞിട്ട് വീഡിയോ കൈവസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എമൗണ്ട് ആഡ് ചെയ്യാൻ പറയും. നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ത്രൂ UPI ത്രൂ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നോർമലി അപ്രൂവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് വെർച്വൽ കാർഡ് ആപ്പിൽ കിട്ടും. ചില സമയത്ത് മാക്സിമം 5 വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കാം കേട്ടോ. അത് പ്രോസസ്സിംഗ് ടൈമായിട്ട് എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ബിസി ടൈം അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ട്രാഫിക് അനുസരിച്ചായിരിക്കും ഇവരത് പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് എല്ലാ ബാങ്കിൻ്റെയും ഒരേപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് SBM ബാങ്കിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ ബാങ്കാണ്. അതിൻ്റെ സബ്സിഡറിയാണ് ഇത് SBM ബാങ്ക് ഇന്ത്യ എന്ന് പറയുന്നത്. RBI അപ്രൂവ്ഡ് ബാങ്ക്, നോർമൽ ബാങ്ക് തന്നെയാണ്. ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്നാണ്. മൗറീഷ്യസിലത്തെ ഒരു ബാങ്കാണ്. 16 ബ്രാഞ്ച് ഓൾറെഡി ഇന്ത്യയിലുണ്ട്, പക്ഷേ സൗത്ത് ഇന്ത്യയിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ഇപ്പോൾ ഓൾറെഡി 50+ ലാക്ക് ഒക്കെ ഒരു കസ്റ്റമേഴ്സ് ഓൾറെഡി ഇവർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ മെയിൻ ബാങ്കാണ്. മെയിൻ ഏരിയയിലൊക്കെ ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അതായത് ഡൽഹി, മുംബൈ, ചെന്നൈ ഉണ്ടോയെന്ന് അറിയില്ല, ബാംഗ്ലൂർ, 16 ബ്രാഞ്ചസ് ഉണ്ട് ഇന്ത്യയിൽ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഇടുന്ന FD നമുക്ക് DICGC പ്രൊട്ടക്ഷനാണ്, അതായത് ഇൻഷുറൻസ് വരുന്നതാണ്. നോർമലി എല്ലാ ബാങ്കുകളും നമ്മൾ FD ഇടുമ്പോൾ 5 ലക്ഷം വരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അതേ സംഭവം ഇതിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ ബാങ്കാണ്. അത് പ്രതീക്ഷിച്ച് ആരും ഇനി പേടിക്കണ്ട. എന്നാലും ഞാൻ ഇതൊരു ഓൺലൈൻ സപ്പോർട്ട് മാത്രം നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ബ്രാഞ്ചുകളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം 50,000 രൂപയുടെ താഴെ നിങ്ങൾ FD നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പബ്ലിക് ബാങ്കിലേക്ക് പോകട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വേണമെങ്കിൽ FD ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റും. പക്ഷേ അതിൽ ഒരു ലിമിറ്റ് ഭയങ്കര കുറച്ചേ തരുള്ളൂ. 1% 80% തരുള്ളൂ. പിന്നെ ചിലപ്പോൾ ചാർജ് ഉണ്ടായിരിക്കാം. ലാപ്ടോപ്പ് ഫ്രീ ഒന്നും ആയിരിക്കില്ല. ആക്സിസ് ബാങ്കിന് ഏത് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് FD കാർഡ് കിട്ടും കേട്ടോ. അത് വേറെ കാര്യം. എല്ലാ ബാങ്കുകൾക്കും FD ക്രെഡിറ്റ് കാർഡുകൾക്ക് ഉണ്ട്. ഓൺലൈൻ ഇല്ല മാത്രം, ഓഫ്ലൈൻ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് സംശയമുള്ളവർക്ക് വേണ്ട. അപ്പോൾ ഞാൻ ഒന്നും പറയാറില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ക്രെഡിലോൻ്റെ വേണമെങ്കിൽ വരെ വെബ്സൈറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നോവിയോ എന്ന് പറഞ്ഞാൽ വരെ പുതിയ ആപ്പാണിത്. ക്രെഡിലിയോ പണ്ട് ക്രെഡിലിയോ തന്നെയായിരുന്നു. ഇപ്പോൾ നോവിയോ എന്ന് പറഞ്ഞാൽ കാർഡിൽ ആപ്പിലാണ് ഈ ക്രെഡിലിയോ കാർഡ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഇതിലായാലും നമുക്ക് നോ ഇൻകം പ്രൂഫാണ്, നോ ക്രെഡിറ്റ് സ്കോറാണ്. പിന്നെ ലെഫ്റ്റ് ടൈം ബ്രേക്ക് എടുക്കാമെന്ന് ഒരു ആക്ച്വലി മെൻഷൻ ഇവിടെ ഉണ്ട്. ഒരു മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല കണ്ടോ. ഈ മെയിൻ ഇതിൽ അവർ ലെഫ്റ്റ് ടൈം ബ്രേക്ക് എടുക്കാമെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്കൊരു സ്റ്റാർ കിട്ടിയിട്ടാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ മെയിൻ പറയാം. കാരണം മനുഷ്യ ഇതിൽ പക്ഷേ മച്ചനാട്ടും കുറച്ചുകൂടി ബെറ്റർ എന്താ പറയുക ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്രെഡിലിയോയിൽ 10x റിവാർഡ് പോയിന്റ് നമുക്ക് ഫ്യൂൽ അടിക്കുമ്പോൾ വരെ നമുക്ക് ഇതിൽ കാർഡിൽ കിട്ടും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിലുണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് വെർച്വൽ കാർഡ് അതൊക്കെ സെയിം തന്നെയാണ്. 7% ഇൻട്രസ്റ്റ് FDക്ക് അതൊക്കെ സെയിം തന്നെയാണ്. ബുക്ക് മൈ ഷോയിൽ നമുക്ക് buy 1 get 1 ഫ്രീ ഓഫർ നമുക്ക് ഈ കാർഡിൽ കിട്ടുന്നുണ്ട്. ക്രെഡിലിയോ രണ്ടെണ്ണത്തിന് ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഇടാം. പിന്നെ ലോഞ്ച് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് HPCL ഫ്യൂൽ വൗച്ചർ വർത്ത് ₹100 രൂപയുടെ ഫ്യൂൽ വൗച്ചർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ 2,000 രൂപ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കേട്ടോ. നൈക്കയുടെ 15% ഓഫ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ട്രെൻഡ് ഫുഡ് വെയറിൻ്റെ 400 രൂപയുടെ ഓഫ്. പിന്നെ എന്നിട്ട് പോക്കറ്റ് എഫ് അങ്ങനെയല്ലേ, മാൻ കമ്പനി, യാത്ര, അബിബസിൻ്റെ ഇതിൻ്റെയൊക്കെ വൗച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അത് എന്താ വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. പിന്നെ നമുക്ക് UPI സ്പെൻസിനൊക്കെ 10x റിവാർഡ് പോയിന്റും പ്രത്യേകിച്ച് ഫ്യൂൽ സ്പെൻഡുകൾക്ക് ബാക്കി എല്ലാത്തിനും 5x റിവാർഡ് പോയിന്റാണ് നമുക്ക് ഇതിൽ കിട്ടുക കേട്ടോ.
പിന്നെ UPI സെയിം പ്രൊസീജിയർ തന്നെ, സെയിം സംഭവങ്ങളൊക്കെ തന്നെ. ഞാൻ രണ്ടെണ്ണത്തിന് വേണമെങ്കിൽ ലിങ്ക് കാണാൻ കൊടുക്കട്ടെ. ഇനിയിപ്പോൾ അത് മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്തൊന്നും പറയണ്ട. ഇതിൽ കുറച്ചുകൂടി നമുക്ക് ഫ്യൂലൊക്കെ അടിക്കുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക ബെനിഫിറ്റ് കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇതിൽ. റൂപേ വേരിയൻ്റ് ആണ്. അതൊക്കെ സെയിം തന്നെ. 90% തന്നെയാണ് ലിമിറ്റ് വരുന്നത്. നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് എപ്പോൾ വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനീഷ്യലി തന്നെ നിങ്ങൾക്ക് എത്ര ലിമിറ്റ് വേണം അത് ഇടുമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ 7% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട ടൈം തൊട്ട് 1 year ആണ്. അപ്പോൾ നിങ്ങൾ വേറെ പിന്നെ ഒരു ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ എമൗണ്ടുമ്പോൾ മാത്രം 7% പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ 2 മാസം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്താ വെച്ചാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സംഭവം കൂടിയാണെന്ന് വെച്ചാൽ നമ്മുടെ FD കാർഡാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ DSGC പ്രൊട്ടക്ഷനാണ്. 5K തൊട്ട് 5 lakh വരെ നമുക്ക് ആക്ച്വലി ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് ഒരു തരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 50,000 മുകളിലാണെങ്കിൽ നിങ്ങൾ പോകണ്ട അതിലേക്ക്. പിന്നെ നമുക്ക് പ്രീ ക്ലോസർ ആണെങ്കിൽ 1% പെനാൽറ്റി വരും. ഞാൻ പറഞ്ഞില്ലേ അതൊരു 6 മാസം, നോർമലി 6 മാസം വരെ ഇവർ പിടിക്കും. 6 മാസം കഴിഞ്ഞിട്ട് നോർമലി പിടിക്കാറില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും FDയുടെ മെച്യൂരിറ്റി ഒരു കൊല്ലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെങ്കിൽ നമുക്ക് നോവിയോ കോയിൻസ് ആണ് ഇതിൽ കിട്ടുക. നോവിയോ കോയിൻസ് നമുക്ക് വേണമെങ്കിൽ വൗച്ചേഴ്സ് ആക്കാൻ പറ്റും. ഊബറിൻ്റെ, ആമസോണിൻ്റെ, സ്വിഗ്ഗിയുടെ, AJIOൻ്റെ ഇതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് 2 കാർഡുകളുടെ കാര്യം. ഞാനിത് ഓൾറെഡി ഒന്നുകൂടി എടുത്ത് പറയാണ്, പ്രൊമോഷൻസ് അല്ല. നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു FD ഇട്ടിട്ട് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം എടുക്കാവുന്ന 2 കാർഡുകളാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ പ്രൊമോഷൻ എന്നല്ല, ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞു നോക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു 50,000 മുകളിലൊക്കെ നിങ്ങൾ FD ഇട്ടിട്ട് കാർഡ് എടുക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ പബ്ലിക് ബാങ്കുകൾക്ക് ഡയറക്റ്റ് ഓഫ്ലൈൻ പോയിട്ട് എടുത്താൽ മതി. ഈ പരിപാടിക്ക് പോകണ്ട. അത് ഞാൻ എടുത്ത് പറഞ്ഞു മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമുക്കൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറ് എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട, എന്നിട്ട് മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്താലോ, അടുത്ത കാണാം. ബൈ.